മഞ്ഞുകണങ്ങളും പസഫിക് സമുദ്രത്തിലെ ആഞ്ഞടിക്കുന്ന തിരമാലകളും സഹാറ മരുഭൂമിയിലെ നിലക്കാത്ത മണൽക്കാറ്റുകളും ഏതൊരു സൃഷ്ടിക്കു മുമ്പിൽ കീഴടങ്ങുന്നുവോ അത് ലോകത്തിനാകെയും പൊൻവെട്ടമായി കടന്നുവന്ന കത്തിജ്വലിക്കുന്ന വിളക്കെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകന്റെ മുമ്പിലെങ്കിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭ റസൂൽ ശാസ്ത്ര സത്യങ്ങൾക്കൊരു വഴികാട്ടി എന്ന ചിന്തോദീപകവും പഠനാർഹവുമായ പ്രഭാഷണം നിർവഹിക്കുകയാണ് ഉസ്താദ് അൽ ഹാഫിദ് അഹ്മദ് കബീർ ബാക്കവി. ദുഃഖത്തിന്റെ വർഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ ദുഃഖിതനായി കിടക്കുമ്പോ നമുക്കറിയാമല്ലോ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ദുഃഖാർത്തനായി കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്കല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനവുമായി കടന്നു വരുന്നത് ഒരു സഹോദരി 6666 രൂപ. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ സംഭവം പറയുമ്പോ ആ മിഅ്റാജിൽ ഉറങ്ങിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ ചെറുപ്പക്കാരാ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം പഠിക്കുമ്പോ ഞാൻ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ സമയത്തെ വ്യവഹരിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ പേരിലാ. ഐൻസ്റ്റീന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തത്വശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ എന്ന ശാസ്ത്രലോകത്തിന്റെ വഴികാട്ടി ആമിനയുടെ മുത്തുമോന് ബുറാഖ് എന്ന വാഹനം വന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല ലനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ ചെയ്തില്ലയോ? ഇതിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കട്ടെ, ലോക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രമടങ്ങുന്ന പള്ളിയാ ബൈത്തുൽ മുഖദ്ദസ്. അതിന്റെ ചുറ്റുഭാഗത്തല്ലയോ ഇബ്രാഹിം നബിയുടെ ഖബർ, അവിടെയല്ലയോ ഇസ്മായിൽ നബിയുടെ ഖബർ, ദാവൂദ് നബിയുടെ ഖബർ. ഇസ്രായേലും ഫലസ്തീനും ജോർദാനും ഒക്കെ ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹയുടെ ഖബർ. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു, മസ്ജിദുൽ നബവിയിൽ നിസ്കരിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് നിസ്കരിക്കണ്ടയോ? ഒരു ജുമാ നിസ്കരിക്കണ്ടയോ ബൈത്തുൽ മുഖദ്ദസിൽ? 17 മാസക്കാലം അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസ്. ഇൻഷാ അല്ലാഹ് മനസ്സിൽ ആഗ്രഹം വെക്കുന്ന ചെറുപ്പക്കാരാ, ഈ വരുന്ന മാർച്ച് 12-ാം തീയതി ഈ വിനീതന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെടുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആദ്യത്തെ ജുമാ ബൈത്തുൽ മുഖദ്ദസിൽ
മനസ്സിൽ പിന്നീട് പോവുകയാണ്. ദാവൂദ് നബിയുടെ ഖബർ കാണാൻ, ഇസ്മായിൽ നബിയുടെ ഖബർ കാണാൻ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹുയുടെ ഖബർ കാണാൻ, ഫീസത്തുൽ മിസ്രിയുടെ ഖബർ കാണാൻ, ഈജിപ്തിലെ ഫറോവയുടെ പിരമിഡ് കാണാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കൂടാൻ കഴിയുന്നവര് കൂടുക. ഇസ്രായേൽ സാക്ഷ്യം വഹിച്ച ബൈത്തുൽ മുഖദ്ദസ്, അവിടെ നിന്നാണ് പിന്നീട് ജിബ്രീൽ പറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലുമായി ഏഴാകാശം കടന്ന് അല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹ മഖാമു വൽ മഖാമു മഹ്മൂദ്. ചെറുപ്പക്കാരെ അല്പം വിദ്യാഭ്യാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിക്കളയരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറക്കുകയാണ്, ഏഴാകാശം കടന്ന് ആലമുൽ നാസൂത്ത് കടന്ന്, ആലമുൽ ജബറൂത്ത് കടന്ന്, ആലമുൽ മലകൂത്ത് കടന്ന്, വറആജായിബ ആലമിൽ മലകൂത്ത് വസറായിറൻ നാസൂത്ത് വൽ ജബറൂത്ത് ഐനം മുദരിസ മസ്ജിദിൽ ലാഹൂത്ത് കമ്മിൻ ലദുന്നീൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏഴാകാശം കടന്നു, എല്ലാം കടന്നു, ടോപ്പോസ്ഫിയറും കടഞ്ഞു, അറ്റ്മോസ്ഫിയറും കഴിഞ്ഞു, തെർമോസ്ഫിയറും കഴിഞ്ഞു, ആധുനിക വാനശാസ്ത്രം കഴിഞ്ഞ വാനരോഗത്തിന്റെ 7 തട്ടുകൾ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 4 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രമായ നാസ ഒരു ഉപഗ്രഹം പറഞ്ഞു വിട്ടത്ര ബഹിരാകാശത്തിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ. ഏഴാകാശത്തിന്റെ മുകളിലോട്ട് പോയ നാസയുടെ ഉപഗ്രഹം കഴിഞ്ഞതിന് മുമ്പിലത്തെ ശനിയാഴ്ച നാസയിൽ തിരിച്ചെത്തി. ആ ഉപഗ്രഹം 4 മാസം ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് പറഞ്ഞുകൊടുത്ത ചരിത്രമേടെന്നറിയോ? ഈ ആകാശത്ത് ഈ ഭൂമിയുടെ സമാന സ്വഭാവമുള്ള 1400 കോടി ഗോളങ്ങളുണ്ട്. അത്രേ 1400 അല്ല, 14 ലക്ഷമല്ല, ഈ ഭൂമിയെ പോലെയുള്ള 1400 കോടി ഗോളങ്ങൾ ആകാശത്തിലുണ്ടത്രേ. 1400 കോടി ഗോളമുണ്ടെങ്കിൽ ആ ഗോളവും കടന്ന് ഏഴാനാകാശവും കടന്നെത്തിയ ലോകനായകനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏഴാനാകാശത്തിന്റെയും സിദ്റത്തുൽ മുൻതഹയുടെയും ഇടയിൽ ഒരു സമുദ്രമുണ്ടത്രേ. കേൾക്കുക ചെറുപ്പക്കാരാ, ഏഴാനാകാശത്തിന്റെയും സിദ്റത്തുൽ മുൻതഹയുടെയും ഇടയിൽ ഒരു സമുദ്രമുണ്ടത്രേ. ആ സമുദ്രത്തിന്റെ പേരാണ് ബഹ്റുന്നൂർ. ആ സമുദ്രത്തിന്റെ കരയിലെത്തിയപ്പോഴാണ് കൂടെയുള്ള സഹയാത്രികൻ പറഞ്ഞത്, നബിയേ ദഇനി തഖദ്ദം യാ ഹബീബി ലാ. ഇതിന്റെ റസൂലിന്റെ സമീപനമാ. അറിയുമല്ലോ, പ്രവാചകന്റെ മസ്ജിദ് നബവിയിലേക്ക് ആയിരക്കണക്കിന് സഹാബത്ത് മനസ്സിലെ മാണിക്യ കൊട്ടാരം പോലെ കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിന്റെ ആത്മീയതയുടെ സ്പർശനമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂശരീരത്തിന് സാന്നിധ്യം വഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിലേക്ക് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നില്ലേ? ചെറുപ്പക്കാരാ, സഹോദരിമാരെ, ആ മനുഷ്യൻ കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ മൂത്രമൊഴിച്ചു. സാവത്തൂരി പിടിച്ച പാളുമായി ആ മനുഷ്യന്റെ നേരെ ചാടി വീടുമ്പോ ലോകത്തിന്റെ നായകന്റെ മറുപടി എന്താ? വിട്ടേക്ക് സഹാബ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കട്ടെ. അവൻ മൂത്രമൊഴിച്ച് തീരുന്നത് വരെ അവനോട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആരോഗ്യ ശാസ്ത്രമാണിത്. മൂത്രമൊടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പാതിപടി ആ മൂത്രമെങ്ങാനും നിന്നുപോയാൽ ലോകശാസ്ത്രജ്ഞന്മാര് പറയുകയാണ്, ആ പുറത്തേക്ക് പോകേണ്ട മൂത്രം അവന്റെ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടന്നാൽ അത് മൂത്രാശയ ക്യാൻസറിന് കാരണമാകുമെന്ന് ലണ്ടനിലെ സർവകലാശാലയിലെ പഠനം തെളിയിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറേറ്റ് നേടി
നേടിയിട്ടില്ലാത്ത, അവാർഡ് സർവകലാശാലയുടെ തിണ്ണ കണ്ടിട്ടില്ലാത്ത അന്നബിയുമ്മി നിരക്ഷരനായ പ്രവാചകന്റെ സമീപനമാണിത്. ചെറിയ ഒരു ചരിത്രത്തിന് പോലും ലോക ചരിത്രത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് നമ്മൾ. കൈവിടരുത്, അതിനെ പഴഞ്ചനെന്ന് പറഞ്ഞ് മാറ്റിക്കളയരുത്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഇടയ്ക്ക് കയറരുത്, അവൻ മൂത്രമൊഴിച്ചു കൊള്ളട്ടെയോ. ധീരനായ ഉമർ, ആയോധനാ വിദഗ്ധനായ ഉമർ റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാള് തന്നെ ഉറയിൽ കിടക്കുമ്പോഴും ഖാലിദ് ബിൻ വലീദിന്റെ രക്തം തിളക്കുമ്പോഴും ആ ഗ്രാമീണനായ മനുഷ്യൻ മൂത്രമൊഴിച്ച് തീരുന്നത് വരെ തന്റെ അനുയായികളെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് മാറി. അല്ലാഹുവിന്റെ റസൂൽ സഹാബിയെ വിളിച്ചു, സഹാബി ഇവിടെ വാ, അവിടേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നൊഴിക്ക്. മൂത്രമൊഴിച്ചവനോടല്ല, അവിവേകം ചെയ്തവനോടല്ല, അടുത്ത് നിന്ന് തന്നെ അനുചരനോടാണ് പറഞ്ഞത്, ഒരൽപ്പം വെള്ളം കൊണ്ടുവാ. ആ വെള്ളം കൊണ്ടുവന്ന് ഈ വെള്ളം ഇവിടെ മൂത്രമൊഴിച്ച ഭാഗത്തൊന്ന് ഒടിച്ചു കളയുക. സഹാബി വെള്ളം കൊണ്ടുവന്നു. ആ ഖറാബിയായ മനുഷ്യന്, ഗ്രാമീണനായ മനുഷ്യന്, അഭ്യസ്തവിദ്യനില്ലാത്ത മനുഷ്യന്, അയാൾ മൂത്രമൊഴിച്ച ഭാഗത്ത് സഹാബത്ത് വെള്ളമൊടുക്കിയിട്ട് കഴുകിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, സഹാബത്തെ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ പള്ളിയാണ്, ഇനി ഇവിടെ മൂത്രമടിക്കരുത് എന്ന് ഒരു മനഃശാസ്ത്ര സമീപനത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ നായകന്മാര് വന്നാലെന്താ, ലോകചരിത്രങ്ങളുടെ ഏറ്റവും വലിയ നായകനല്ലേ യാസർ അറഫാത്ത്. 1954 ഐക്യരാഷ്ട്ര സഭയുടെ ഉള്ളിലേക്ക് 1948 മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് തലചായ്ക്കാൻ ഒരു ഇടം കൊടുത്തപ്പോ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഫലസ്തീൻ മക്കളുടെ വിമോചനത്തിനു വേണ്ടി ലോക സമാധാനത്തിന്റെ സഭയായ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുജനറൽ അസംബ്ലിയിലേക്ക് ഒരു കൈയിൽ AK-47 തോക്കും ഒരു കൈയിൽ വൃക്ഷത്തിന്റെ ഇലയുമായി കടന്നു ചെന്ന, വലത്തെ കയ്യിൽ തോക്കും ഇടത്തെ കയ്യിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒരു മരക്കൊമ്പും പിടിച്ചുകൊണ്ട് കടന്നുപോയി ചരിത്രത്തിലിടം നേടിയ സാക്ഷാൽ യാസർ അറഫാത്തില്ലേ, നേതാവായ യാസർ അറഫാത്ത്. ആ യാസർ അറഫാത്തിന്റെ ഭാര്യയായ സുഹ പിന്നീട് പറഞ്ഞതെന്താ, ഈ അടുത്ത കാലത്ത് സുഹയുടെ യാസർ അറഫാത്തിന്റെ ഭാര്യ ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ചരിത്രത്തിന്റെ വ്യതിരക്തമായ ചരിത്രം രചിച്ച ഐക്യരാഷ്ട്ര സഭയുടെ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ വലത്തെ കയ്യിൽ തോക്ക് പിടിച്ച് ഇടത്തെ കയ്യിൽ സമാധാനത്തിന്റെ പ്രതീകവും പിടിച്ച് ജന്മനാടിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ് തകർന്നു പോയ സാക്ഷാൽ യാസർ അറഫാത്ത് ലോകം കണ്ട നേതാവാണെങ്കിൽ ആ നേതാവിന്റെ ഭാര്യ പിന്നീട് പറഞ്ഞതെന്താണെന്നറിയോ, യാസർ അറഫാത്തിന്റെ കൂടെ താമസിക്കുമ്പോ 100 പ്രാവശ്യം വിവാഹമെന്ന് വേർപെടുത്തിയിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് തോന്നി. കാരണം തിരക്കുകളുടെ ഇടയിൽ ആ മനുഷ്യന് ഇതേവരെ ഒരു ഭർത്താവായി തന്റെ ചാരത്ത് കിട്ടിയിട്ടില്ല. ആരാ പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഫലസ്തീൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാളിയാകുമ്പോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 100 പ്രാവശ്യം ഇറങ്ങിപ്പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം യാസർ അറഫാത്ത് എന്ന ഭർത്താവിന് ഒരു മിനിറ്റ് പോലും സ്വതന്ത്രമായി എന്റെ ചാരത്തിലേക്ക് കിട്ടിയിട്ടില്ല. ടെലിഫോൺ ചോർത്തുമെന്ന് ഭയമുള്ളത് കൊണ്ട് ടെലിഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് യാസർ അറഫാത്തിന്റെ ഭാര്യയായതാണെന്ന് ആ ഇന്നലെ പോലും റോയിട്ടറിനോട് അഭിമുഖം കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ പോയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സലാം പറഞ്ഞില്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് അള്ളാന്റെ റസൂലിനോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞതെന്താ നബിയേ മിൻ ഹദറത്തിൽ ബുദീറോ ഫീ കുന്ദൂർ സീനുഹാ വതുസ് മിൻ ഹദറത്തിൽ ബുദീറോ ഫീ കുന്ദൂർ സീനുഹാ. ഓ നബിയേ, അങ്ങ് ബഗ്ദാദിലിരിക്കുമ്പോ, അങ്ങനെ എന്റെ നാട്ടിലിരിക്കുമ്പോ പലപ്പോഴും എന്റെ ആത്മാവ് കണ്ണങ്ങയുടെ റൗള വന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും പാതിരാ സമയത്തുറക്കത്തിൽ കിടക്കുമ്പോ എന്റെ റൂഹ് കണ്ണങ്ങേ സിയാറത്ത് ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട് നബിയേ. ഇപ്പോൾ ഇതാ എന്റെ ആത്മാവും എന്റെ ശരീരവുമായി, എന്റെ ദേഹവും എന്റെ ദേഹിയുമായി, എന്റെ ശരീരവും എന്റെ ആത്മാവുമായി ഞാൻ അങ്ങയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് വന്നിരിക്കുകയാണ് നബിയേ. എന്തിനാ വന്നതെന്നറിയോ? എല്ലാവരും തിരിച്ചു പോകുന്നത് പോലെ കേവലം ഒരു സലാം പറഞ്ഞ് തൃപ്തനായി പോകാനല്ല. പിന്നെന്തിനാന്നറിയോ? എല്ലാവരും പറയുന്നത് പോലെ കേവലം ഒരു സലാം പറഞ്ഞിട്ട് തൃപ്തനായി പോകാനല്ല. പിന്നെന്തിനാ ഞാൻ വന്നതെന്നറിയോ? ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നതെന്തിനാന്നറിയോ? എല്ലാവരും പറയുന്നത് പോലൊരു സലാം കൊണ്ട് തൃപ്തനായിട്ടല്ല. അങ്ങയുടെ തൃക്കരങ്ങളൊന്ന് നീട്ടി നബിയേ. റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്നിട്ട് പ്രേമാനുരാഗത്തിന്റെ തീവ്രത കൊണ്ട് ശക്തമായ ഹൃദയവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിട്ട് വിളിക്കുകയാ നബിയേ. ഓ നബിയേ, അങ്ങയുടെ റിസാലത്തിന്റെ ഭൂകരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹയുടെ തലമുടിയിൽ തലോടിയ അങ്ങയുടെ റിസാലത്തിന്റെ ഭൂകരങ്ങളുണ്ടല്ലോ നബിയേ. അഹ്മദ് കബീർ വന്നതെന്തിനാണറിയോ? അഹ്മദ് കബീർ വന്നതെന്തിനാണറിയോ? അങ്ങയുടെ ആ കൈയൊന്നുയർത്തി നബിയേ. എന്തിനാന്നറിയോ? എന്റെ ഈ ചുണ്ടുകളാ കയ്യിലൊന്ന് മുത്തട്ടെ നബിയേ. എന്റെ കൈകളൊന്ന് ചുണ്ടുകൊണ്ട്, ആ ചുണ്ടുകൊണ്ട് എന്റെ പാപമന്ദിരമായ ചുണ്ടുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് മുത്തട്ടെ യാ റസൂലല്ലാഹ്. ആര് നിഷേധിച്ചാലും കാലം സാക്ഷി, ചരിത്രം സാക്ഷി, റൗളാ ശരീഫിൽ നിന്നല്ലാണ്ട് റസൂലിന്റെ റിസാലത്തിന്റെ കൈപൊന്തി വന്നില്ലേ? അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കരങ്ങളിൽ പിടിച്ച് മുത്തിമണത്തിയിട്ട് തിരിച്ചു പോയില്ലേ? സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്കപ്പുറം അല്ലാണ്ട് റസൂലിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവേ, ഞാൻ കാണാൻ ആഗ്രഹിച്ചത് പൂവാടിയാണ്, പക്ഷേ കണ്ടത് മരീചികയാ. ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണണം, ഈ ചെടികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊന്ന് മുത്തണം, ഈ ശരീരം പോയി റൗളാ ശരീരൊന്ന് ചാരത്ത് കിടക്കണം. മത്താഉ കഹീലു മിൻ സറാക ജുഫൂനി മത്താബൂദു ബിനദറത്തിൻ മിൻ സയ്യിദി മത്താഉ കഹീലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് തിരുദൂതരെ ആ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന മണൽത്തരി എടുത്തിട്ട് എപ്പോഴാ എന്റെ കണ്ണിലൊന്ന് ഞാൻ സുറുമ വരയ്ക്കുക? എപ്പോഴാ റസൂലേ? മത്താബൂദു ബിനദറത്തിൻ മിൻ സയ്യിദി. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനോട്ടം എപ്പോഴാ എനിക്ക് കിട്ടുക? ശരീഫില് അല്ലാഹുവിന്റെ റസൂല് കൈപിടിച്ച് നടക്കാൻ നമുക്ക് തന്ന അവലംബമായ സാദാത്തുക്കളുടെ മക്ബറയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയുടെ തലമുടി പോലും നരച്ചുപോയില്ലേ? എപ്പോഴാണെന്നറിയോ? സഫിയ റളിയല്ലാഹു അൻഹയുടെ തലമുടി മരച്ചതെപ്പോഴാ? മുസ്തഫ മിൻ നൂരി ഹക്കാ.
അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ ആ നട്ടമോത്തിട്ടെന്റെ തലമുടി പോലും നരച്ചുപോയെങ്കിൽ സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, വാനലോകത്തിന് വഴികാട്ടിയായ, ശാസ്ത്രലോകത്തിന് വഴികാട്ടിയായ, ആത്മീയതയുടെ വഴികാട്ടിയായ, ആരോഗ്യശാസ്ത്രത്തിന് വഴികാട്ടിയായ, മാനവിക ശാസ്ത്രത്തിന് വഴികാട്ടിയായ, എല്ലാം പറഞ്ഞില്ലെങ്കിലും ബാക്കി പിന്നീട് എവിടെയെങ്കിലും പറയാം. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാവണം. മനസ്സിലൊരാഗ്രഹമുണ്ടാകണം. എന്താണെന്നറിയോ? എന്റെ നേതാവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം എപ്പോഴാ എന്നിലേക്ക് വരിക? കിലോമീറ്ററുകളെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ മണ്ണിലെലിഞ്ഞിരുന്നിട്ടില്ലല്ലോ. റസൂലുള്ള ജീവിതം എന്ന പോലെ കണ്ണുകണ്ട് നമ്മളെ കാണുകയല്ലേ. വഫിൽ കബീരി ശരീഫി തറാഹു ഹയ്യാ അലൈഹി യുസറു ബിഹർ റസൂലു. റസൂലുള്ളാഹി തുറമയിട്ടില്ലെങ്കിൽ പോലും തോൽത്തതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ കണ്ണുകൾ നമ്മളെ കാണുകയല്ലേ. ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലിയിട്ട് ഈ സദസ്സിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കിട്ടി മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലൊന്ന് കണ്ട് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. 6666 സദസ്സ് ചെയ്ത ധാരാളം ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ടൊക്കെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സ്വലാത്ത് ചൊല്ല്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ല്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, അവസാനം എനിക്ക് പറയേണ്ടതുണ്ട്. ഈ മഖാം ശരീഫിന്റെ ആണ്ട് നേർച്ച തുത്യർഹമായ അഭിനന്ദാർഹമായ രീതിയിൽ നടക്കുമ്പോ കുറെ കഴിയുമ്പോ ദേശീയ ഉത്സവം എന്ന പേരിൽ ആനയും അമ്പാരിയുമായി ചെണ്ടമേളവുമായി ഇവിടെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത, അതിന് വയസ്സിന് ഇഷ്ടപ്പെടാത്തത് നടക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ പങ്കാളികളാവല്ലേ, പൊന്നു പെങ്ങളെ കാണാൻ നിൽക്കല്ലേ. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആനയും അമ്പാരിയും ഉത്സവത്തിന്റെ പ്ലോട്ടുണ്ടാക്കിയത്, ഈ ആഘോഷമുണ്ടാക്കിയത് ആരാന്നറിയോ? ലോകത്തിന് ഇതിന്റെ ഉപജ്ഞാതാവാരാന്നറിയോ? നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ കുണ്ടത്തിലേക്ക് എറിയാൻ ആദ്യമായിട്ട് നമ്രൂദ് 7 ദിവസം നീണ്ടു നിന്ന ആനക്കുതിരയുടെ കച്ചവടം നടത്തിയത്, അമ്പാരി നടത്തിയത്, ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് ആഹ്ലാദത്താൽ ആഘോഷം നടത്തിയ നമ്രൂദിന്റെ പിൻഗാമിയായി മാറണോ? നമ്രൂദ് ചത്തതെങ്ങനെയാണെന്നറിയോ? ആദ്യമായിട്ട് ആഘോഷം നടത്തിയ, ഗാനമേള നടത്തിയ, ആദ്യമായി ആനക്കമ്പം നടത്തിയ നമ്രൂദ് ചത്തത് എയ്ഡ്സ് വന്നിട്ടല്ല, എബോള വന്നിട്ടല്ല, ക്യാൻസർ വന്നിട്ടല്ല, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല. ഞാനാണല്ല എന്ന് പറഞ്ഞ് ആരെതിർത്താലും ഞാൻ നടത്തുമടാ, ഞാനാണല്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയോട് ചോദിച്ചില്ല, ഇബ്രാഹിമേ നിന്റെ അള്ളയാരാ? ഇന്നല്ലാഹ യുഹീ വയുമീത്. അല്ല ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാ. നമ്രൂദ് പറഞ്ഞു ഞാൻ അള്ളയാണടാ, അന ഉഹീ വയുമീത്, ഞാൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണടാ ഇബ്രാഹിമേ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേരെ കൊണ്ടുവന്നു. ഒരാളോട് പറഞ്ഞു വെറുതെ വിട്ടിരിക്കുന്ന പൊയ്ക്കൊള്ളുക, അടുത്തവനോട് പറഞ്ഞു ഇവനെ തൂക്കിലേറ്റുക. എടാ ഞാനല്ലേ അല്ലാ, ഒരാൾക്ക് ജീവിതം കൊടുത്തില്ലേ, മറ്റൊരാൾക്ക് ഞാൻ മരണം കൊടുത്തില്ലേ? പൊട്ടിച്ചിരിച്ച നമ്രൂദ് ഇബ്രാഹിം നബി പറഞ്ഞു അഹങ്കരിക്കല്ലേ. അതേ വാശ കടമെടുത്തിട്ട് ഞാൻ പറയുകയാ, ഞങ്ങളെ നടത്തൂ എന്ന് പറഞ്ഞ് അഹങ്കരിക്കല്ലേ മോനെ. എന്നെ നിങ്ങൾ വടിയിൽ തടഞ്ഞാലും പ്രശ്നമില്ല. അഹമ്മദ് കബീർ പറയാനല്ലേ അല്ല പറഞ്ഞു വിട്ടത്, പടച്ചറപ്പിന്റെ മുമ്പിന് പറയേണ്ടതല്ലേ. അതുകൊണ്ടല്ലേ ഖതീബ് പറഞ്ഞിരുന്നത്, ആ നമ്രൂദ് ചത്തതെങ്ങനെയാണെന്നറിയോ? പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞ നമ്രൂദ് ചത്തതെങ്ങനെയാണെന്നറിയോ? നമ്രൂദിന്റെ ചെവിയിലേക്ക് പ്രാണി കയറിപ്പോയി, അത് തലച്ചോറിൽ കിടന്ന് പെട്ടുപെരുകാണ്ടിടങ്ങി. നമ്രൂദിന് തലവേദന കാരണം ഉറങ്ങാൻ കഴിയില്ല. ഏത് ഡോക്ടർമാര് ചികിത്സിച്ചിട്ടും മാറിയില്ല. അവസാനം 2 പട്ടാളക്കാരെ ഇടത്തും വലത്തും നിർത്തിയിട്ട് അവരുടെ കയ്യിൽ 2 ചെരുപ്പ് കൊടുത്തിട്ട് ഇല്ലാതെ
ആ ചെരുപ്പ് കൊണ്ട് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന പട്ടാളക്കാര് തലയിലൊന്ന് ആഞ്ഞടിച്ചാലല്ലാള് നമ്രൂദിന്റെ തലവേദന മാറില്ല. ചെരുപ്പ് കൊണ്ടുള്ള അടി വാങ്ങിച്ചിട്ട് തലച്ചോറ് കലങ്ങിയിട്ടാ നമ്രൂദ് ചത്തുപോയതെങ്കിൽ ഏറ്റവും മോശമായിട്ട് ചത്തുപോയ മനുഷ്യനാണ് ലോകത്ത് ആദ്യമായിട്ട് ഇതിന് തുടക്കം കുറിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോളെ, അതിന്റെ ഭാഗത്ത് നിൽക്കരുത്. അള്ളാനെ മുത്തിയിട്ട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാ. അങ്ങനെ നടത്തിയ നന്നായിട്ട് മരിക്കാൻ കഴിയില്ലെന്ന് അള്ളാന്റെ ഖുർആന്റെ ചരിത്രം സാക്ഷിയാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.